ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഒരു ഞായറാഴ്ച അവധി ദിവസമാണ്. ഇമ്മുക്കുട്ടി രാവിലെ തന്നെ കുറേയേറെ പ്രശ്നങ്ങളുമായിട്ടാണ് എൻ്റെ മുൻപിലേക്ക് വന്നത്. അവൾക്ക് ആദ്യത്തെ അവളുടെ പ്രശ്നം ഐസ്ക്രീം വേണമെന്നുള്ളതായിരുന്നു. പിന്നെ ഐസ്ക്രീം വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അവൾക്ക് നല്ല ചുമയും ഒക്കെ ഉണ്ട്. ഐസ്ക്രീം കഴിച്ചാലേ അവൾക്ക് ചുമ തുടങ്ങും. അതുകൊണ്ടൊക്കെ നമ്മൾ കൂടുതൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീമും അതുപോലെ തണുത്ത ആഹാര പദാർത്ഥങ്ങളൊക്കെ അവൾക്ക് കൊടുക്കാതെ നോക്കുവാണ്. എങ്ങനെയോ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. അതിന് വേണ്ടി അവൾ പ്രശ്നങ്ങളുണ്ടാക്കി. ഐസ്ക്രീമിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വൈകുന്നേരം വരെ തുടർന്നുകൊണ്ടിരുന്നു. അതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടു നോക്കൂ. ഞാൻ തടി ഒന്നാക്കി തരാൻ വേണോട്ട് തടി ഉമ്മക്കുട്ടി ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഉമ്മക്കുട്ടി ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഇങ്ങനെ കാണിച്ചേ. ഇങ്ങനെ വെച്ചേ. അതെന്തപ്പോ? ഇതോ റബ്ബർ റബ്ബറാ റബ്ബർ. അതെന്നതാ? ബിഞ്ചാൽ ബ്രിഞ്ചാളോ? ബിഞ്ചാലുണ്ടോ? ഓണിയൻ. ഒനിയൻ അമ്മയോട് പേറ്റ് തന്നെ പേറ്റ് എന്നതാ? പേറ്റ് ഇമ്മക്കുട്ടി ഇമ്മക്കുട്ടി എന്നതാ തിരക്ക്? എന്നെടുക്കോ? ഞാൻ പണി ചെയ്യുവാ. എന്നാ പണിയാ ചെയ്യുന്നത്? വീട് പണി വീട് പണിയോ? അല്ല ഓണിയൻ പണി. ഒണിയൻ പണിയോ? ഒണിയൻ പണി എന്നതാ ചെയ്യുന്നത്? അതെന്തിനാ ഒണിയൻ? വീട്ടില് അച്ഛക്ക് തടി വെക്കാൻ. അച്ചയ്ക്ക് കറി വെക്കാനോ? അച്ഛക്ക് വിശക്കും. അത് ഒണിയൻ കറിയാണോ ഉണ്ടാക്കുന്നത്? അതെന്നതാ അടുത്തിരിക്കുന്നത്? ആ വെജിറ്റബിൾ ഏതാ? ഇതോ അതൊണിയൻ. മറ്റേത് പിന്നെ പിന്നെ ഏതൊക്കെയുണ്ട്? ടൊമാറ്റോ ടൊമാറ്റോ. അതെന്നതാ? അതേതാ? അതേത് വെജിറ്റബിളാ? ഗ്രേപ്സോ? അല്ല ബീൻസ്. ബീൻസ് ബീൻസ്. ബീൻസ്. എന്നാൽ പെട്ടെന്ന് കട്ട് ചെയ്യ്. ഒണിയൻ കറി ഉണ്ടാക്കിക്കേ. ഇത് നോക്ക്. ഇത് തട്ട് ചെയ്യുന്നല്ല ഓണിയൻ അല്ല ടവറാ. ഇത് മൊത്തം കഴിഞ്ഞിട്ട് വന്ന് ഇത് 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 തയ്യണ്ട. ഇത് ടോസ്റ്റേഴ്സിന് ഇത് മൊത്തം കഴിഞ്ഞിട്ടോ. പിന്നെ വേറെ ഇതാ ഇന്നോ 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 ഞാനെന്നാ ചെയ്യണം ഇപ്പം? തടി ഉണ്ടാക്കട്ടെ. തടി ഉണ്ടാക്കാം. ഞാൻ കറി ഉണ്ടാക്കണം. ഹരിബാബു ഇത് വാട്ടി ഇന്നോ ഉമ്മക്കുട്ടി അമ്മ എഴുന്നേ. അമ്മ പൊയ്ക്കോട്ടെ. ഇല്ല അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി തരാം. വേണ്ട. മോനെ അമ്മയും കൂടെ കരിബാബു എന്നെ സഹായിക്കട്ടെടാ. അമ്മ പൊക്കോട്ടെ. തന്നെ ചെയ്യുമല്ലേ കരിബാബു. ഒലി ആയിട്ട് നിന്റെ അത് താഴെ പൊട്ടും. താഴെ പോയി എന്ത്? താഴെ പോയും കൈ മുറിയോ? അയ്യോ അത് പൊട്ടി. ഒരു തട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ఏమొద్దు హరిబాబు. హరిబాబు వద్దు. అది టొమాటో కదా, అది ఆమె డ్రెస్సులో మొత్తం అవుతుంది.
హరిబాబు ఒక్కసారి చెయ్యి హరిబాబు, లేదంటే ఆమె ఏడుస్తుంది. ఈమె కుట్టిది కత్తి చూపి హరిబాబు. ఓహో సూపర్. ഇനി അടുത്തത് ഇമ്മക്കുട്ടി ഒക്കെ ജ്യൂസ് നമ്മുടെ ലൈല തയ്യാറാക്കിയ ഗ്രേപ്പ് ജ്യൂസ്, ലൈലയുടെ വീഡിയോ കണ്ടില്ലേ, അത് ഞാനൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. അത് ഇപ്പോൾ അവൾ വെജിറ്റബിൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പം പുള്ളിക്കാരി ആകെപ്പാടെ വിഷമിച്ചു പോയി. അതുകൊണ്ട് അവൾ ജ്യൂസ് കുടിക്കുവാണ്. ഇടയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കൊള്ളായിരുന്നു ലൈല ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഇത് ഇത് റോ ആയിട്ടുള്ള അത് തന്നെ ഗ്രേപ്സ് ഇട്ടല്ലേ ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി അതിൻ്റെ എല്ലാം അതും നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ടേസ്റ്റും വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അവൾ ചിക്കൻ കറി, ഞാനിന്ന് എനിക്ക് അധികമൊന്നും ചിക്കൻ വെക്കാനോ അറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ടറിയാവുന്ന രീതിയിൽ പെപ്പർ ചിക്കനാണെന്ന് പറഞ്ഞാൽ വെച്ചത്. പക്ഷേ ഇമ്മക്കുട്ടിക്കത് ഇഷ്ടപ്പെട്ടു. അവൾ ടേസ്റ്റ് നോക്കുവാണ്, ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് അവൾ നോക്കുന്നത്. എന്ത് ഉണ്ടാക്കിയാലും അവൾ അമ്മേ ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറയും. അങ്ങനെ ചിക്കൻ കറി ടേസ്റ്റ് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചായിരുന്നു. ഹരിബാബു ആയിട്ടിരുന്നാണ് കഴിച്ചത്. ചപ്പാത്തിയും ചിക്കനുമാണ് ഇമ്മക്കുട്ടി കഴിച്ചത്. മീൻകറിയോ? മീൻകറിയാണോ ചിക്കൻ? ചിക്കൻ കറിന് ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് പാവല ഇട്ടിട്ട് ഞങ്ങൾ ഒന്നിയെ അമ്മയും അച്ഛയും അച്ഛയില്ല, അച്ഛയി ചുമ്മാ ഇച്ചുവാ. ഞങ്ങളെല്ലാവരും ഒരുങ്ങുവാ. എൻ്റെ തൊച്ചിനെ എല്ലാവരും ഞാൻ തൊച്ചിനെ പിച്ചുകൊണ്ട് എത്തോണ്ട് ഞാൻ എന്നെത്തോണ്ട് ഒരുങ്ങുവാണ്. പിള്ളേരെല്ലാം ഇതിപ്പിച്ചുവാണ്. ചുമ വന്നപ്പോൾ ചുമ വന്നപ്പോൾ ഒന്നത്തില്ല പിള്ളേരെ. ഞാൻ അന്നനെയാ ചെയ്തേ. കേട്ടില്ലേ? ഇമ്മക്കുട്ടി പറയുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അവൾ ഉറങ്ങുമായിരുന്നു. അവളുടെ കുഞ്ഞിലെ അവൾ കിടന്ന തൊട്ടിലാണ് അവളുടെ മക്കളെയൊക്കെ കിടത്തിയിരിക്കുമായിരുന്നെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അവൾ ഉപയോഗിച്ച തൊട്ടിലാണ്. ഇതേ അടുത്ത വൈകുന്നേരം. പിന്നെ വൈകുന്നേരമായപ്പോൾ ഇമ്മക്കുട്ടി നല്ലൊരു കുളിച്ച് അമ്മ തലമുടി കെട്ടുന്നത് പോലെ കെട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അടുത്ത സന്ധ്യാനാമ പ്രാർത്ഥനയിലായി. ഇമ്മക്കുട്ടി എന്നും സന്ധ്യാനാമം ചൊല്ലും. അങ്ങനെയൊക്കെ ഉള്ള ചില ചൊല്ലും. Fire!